ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് 7871 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 25 പേർ മരണമടഞ്ഞു. 87,738 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 6,910 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടം അറിയാത്ത 640 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 111 പേർ ആരോഗ്യപ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 60,494 സാമ്പിളുകളാണ് പരിശോധന നടത്തിയത്. 4,981 പേരാണ് രോഗമുക്തരായത്. നമ്മുടെ സർക്കാരും ജനങ്ങളും ഒരുപോലെ ഉയർത്തിയ മികച്ച ജാഗ്രതയുടെ ഫലമായി വ്യാപനം വലിയ തോതിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ആദ്യം കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനമായിരുന്നല്ലോ നമ്മുടേത്. കഴിഞ്ഞ കുറച്ച് നാളുകളിൽ രോഗവ്യാപനം വർദ്ധിച്ചിട്ട് പോലും ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ്. ടെസ്റ്റ് പെർ മില്യൺ ദേശീയ തലത്തിൽ 77,054 ആണ്. അപ്പോൾ കേരളത്തിലത് 92,788 ആണ്. ദേശീയ തലത്തിൽ 10 ലക്ഷത്തിൽ 99 ആളുകളാണ് മരിച്ചത്. കേരളത്തിലത് 24.5 ആണ്. കേസ് ഫെറ്റാലിറ്റി റേറ്റിൻ്റെ ദേശീയ ശരാശരി 1.55 ആണ്. കേരളത്തിലത് 0.36 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ദേശീയ തലത്തിൽ 8.3% കേരളത്തിലത് 7.2%. ഇങ്ങനെ കണക്കുകൾ നോക്കിയാൽ നമ്മൾ ഇതേവരെ കാണിച്ച ജാഗ്രതയും സ്വീകരിച്ച നടപടികളും വെറുതെ ആയില്ല എന്ന് മനസ്സിലാക്കാനാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാഗ്രത കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. ജാഗ്രതക്കുറവ് സമൂഹത്തിലുണ്ടാകുന്നതിൻ്റെ ഭാഗമായി രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണ് കുറച്ച് ദിവസമായി ഉണ്ടായത്. കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, കാസർഗോഡ്, എറണാകുളം ഇങ്ങനെയുള്ള ജില്ലകളിൽ കേസ് പെർ മില്യൺ കഴിഞ്ഞ ആഴ്ചയിൽ വർദ്ധിച്ചു. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിലെ ഡബിളിംഗ് റേറ്റ് കുറയുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും ലക്ഷണമുള്ള ആളുകളെ പരമാവധി കണ്ടെത്താനും ഐസൊലേറ്റ് ചെയ്യാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മാർക്കറ്റുകൾ, പൊതുസ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ കോവിഡ് പ്രോട്ടോക്കോൾ കൂടുതൽ കർശനമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്.
കോവിഡ് സംശയിക്കുന്നവരിൽ ആൻറ്റിജൻ ടെസ്റ്റ് നെഗറ്റീവായാലും RT-PCR ടെസ്റ്റ് കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം RT-PCR ടെസ്റ്റാണ് കൃത്യതയുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 10-ൽ താഴെ നിർത്തുന്നതിനാവശ്യമായ ശക്തമായ നടപടികൾ എല്ലാ ജില്ലകളിലും സ്വീകരിക്കും. ഗർഭിണികൾക്കും ഡയാലിസിസ് വേണ്ടവർക്കും കോവിഡ് പോസിറ്റീവാകുന്ന സാഹചര്യത്തിൽ ആവശ്യമായ ചികിത്സാ സൗകര്യം വിലയിരുത്തുന്നതിനും അതിനനുസരിച്ച് അത് തയ്യാറാക്കുന്നതിനും നിർദ്ദേശം നൽകി. ഗർഭിണികൾക്കും കുട്ടികൾക്കും വേണ്ട രീതിയിൽ ബെഡുകൾ തയ്യാറാക്കുന്നതിനും വേണ്ട നടപടികളും സ്വീകരിച്ചു. എറണാകുളം ജില്ലയിൽ കേസുകൾ കൂടിയ സാഹചര്യത്തിൽ രോഗലക്ഷണം അനുഭവപ്പെടുമ്പോൾ തന്നെ ആളുകൾക്ക് ബന്ധപ്പെടാനായി ഓരോ തദ്ദേശഭരണ സ്ഥാപനത്തിലും അതിനു മാത്രമായി ഫോൺ സൗകര്യം ഏർപ്പാടാക്കി. ജില്ലയിൽ വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്കായി ടെലിമെഡിസിൻ സൗകര്യം, ക്ലിനിക്കൽ ഫോളോ അപ്പിനുള്ള സൗകര്യം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് രോഗികൾക്ക് മികച്ച പരിചരണം നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. സമൂഹത്തിൽ എത്ര ശതമാനം ആളുകൾക്ക് രോഗം വന്നുപോയിട്ടുണ്ടാകാം എന്ന് കണ്ടെത്തുന്നതിനായി ആഗസ്റ്റിൽ ICMR നടത്തിയ സെറോ സർവേ, അതുപ്രകാരം കേരളത്തിൽ 0.8% ആളുകൾക്കാണ് കോവിഡ് വന്നുപോയതായി കണ്ടെത്തിയത്. ദേശീയ തലത്തിൽ അതേ പഠനം കണ്ടെത്തിയത് 6.6% പേർക്ക് രോഗം വന്നുപോയി എന്നാണ്. മെയ് മാസത്തിൽ നടത്തിയ സെറോ സർവേ പ്രകാരം 0.73% ദേശീയ തലത്തിൽ കണ്ടെത്തിയത്. അതാണിപ്പോൾ 6.6% ഏകദേശം 9 ഇരട്ടിയായി ഉയർന്നത്. എന്നാൽ കേരളത്തിലത് 0.33%-ൽ നിന്നും 0.8%-മായി, ഏകദേശം 2.4 ഇരട്ടി ഈ രീതിയിലാണ് ഉയർന്നത്. ദേശീയ ജനസാന്ദ്രതയുടെ ഇരട്ടിയോളം ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് ഓർക്കുമ്പോഴാണ് ഈ വ്യത്യാസം എത്രമാത്രം പ്രധാനമാണ് എന്ന് മനസ്സിലാവുക. വയോജനങ്ങളുടെ ജനസംഖ്യാനുപാതവും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും കൂടുതൽ പ്രവാസികൾ വന്ന സംസ്ഥാനമാണ് നമ്മുടേത്. നഗര ഗ്രാമ ഭേദം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ്. ഇതൊക്കെ കോവിഡ് വ്യാപനത്തിന് അനുകൂല ഘടകങ്ങളാണ്. എന്നിട്ടും രോഗവ്യാപനം ദേശീയ ശരാശരിയേക്കാൾ ഗണ്യമായ തോതിൽ പിടിച്ചു നിർത്താൻ, കുറഞ്ഞ നിരക്കിൽ പിടിച്ചു നിർത്താൻ നമുക്ക് ഇതേവരെ സാധിച്ചു എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. രോഗവ്യാപനം തടയുന്നതിനായി നടത്തിയ പ്രവർത്തനങ്ങൾ
വെറുതെ ആയില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും രോഗം വരുമെന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന ധാരണ തെറ്റാണെന്ന് ഈ പഠനം തെളിയിക്കുന്നുണ്ട്. കാരണം 0.8% ആളുകളിൽ മാത്രമാണ് രോഗം വന്നുപോയത്. നമ്മുടെ ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് കൂടി ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നു. ഈ പഠനം പ്രകാരം ഒരു കേസിന് ആനുപാതികമായി 10 കണ്ടെത്താതെ പോകുന്ന കേസുകൾ. എന്നാൽ ദേശീയ തലത്തിൽ അത് 100-നും മുകളിലാണ്. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മികവും ആത്മാർത്ഥതയുമാണ് ഈ വ്യത്യാസത്തിൻ്റെ കാരണം. സെപ്റ്റംബർ മാസത്തിൽ ഗണ്യമായ രോഗവ്യാപനമുണ്ടായി എന്നത് ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സൂചിപ്പിക്കുന്നു. നമ്മുടെ സാമൂഹ്യ ജാഗ്രതയിൽ വന്ന പിഴവാണ് അതിൻ്റെ കാരണമെന്ന് ഈ സെറോ സർവേ ഫലത്തിൽ നിന്നും മനസ്സിലാക്കാം. ജാഗ്രത കുറവാണ് രോഗവ്യാപനത്തിന് കാരണമാകുന്നത് എന്നതിനാൽ ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ നമ്മൾ ശക്തമാക്കിയേ തീരൂ. അതിൻ്റെ ഗുണഫലം അനുഭവിച്ച സമൂഹമാണ് നമ്മുടേത് എന്നത് മറക്കാൻ പാടില്ല. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ് ഈ ICMR സർവേയുടെ പ്രാധാന്യം. തിരുവനന്തപുരം ജില്ലയുടെ കാര്യമെടുത്താൽ മാസത്തിൻ്റെ തുടക്കമായതിനാൽ ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ബാങ്കുകളിൽ കസ്റ്റമർ അക്കൗണ്ട് നമ്പറിൻ്റെ അവസാന അക്കമനുസരിച്ച് ബാങ്കിങ് സേവനങ്ങൾ നൽകി വരുന്നതിനാൽ ആൾക്കൂട്ടം കുറക്കാനാകുന്നുണ്ട്. ഇത് മാതൃകയാക്കി മറ്റ് സ്ഥാപനങ്ങളും പ്രവർത്തിച്ചാൽ ആൾക്കൂട്ടം കുറക്കാനാകും. ടോക്കൺ സമ്പ്രദായം ഏർപ്പെടുന്നതും ഈ സാഹചര്യത്തിൽ ഗുണകരമാണ്. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ കൂട്ടം കൂടലുകൾ, അനാവശ്യ യാത്രകൾ ഇതെല്ലാം ഒഴിവാക്കുന്നതിനായി പ്രത്യേക നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ചില സൂപ്പർ മാർക്കറ്റുകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ആവശ്യമായ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കാണുന്നില്ല. ഇവിടെ എത്തുന്നവർ കയ്യുറയോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ സാധനങ്ങൾ എടുത്തു നോക്കുന്നതും കയ്യിലെടുത്ത് പരിശോധിക്കുന്നതുമായ രീതി കണ്ടുവരുന്നുണ്ട്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കും. കോവിഡ് ബാധ തടയുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ക്രിമിനൽ നടപടിച്ചട്ടം 144 വകുപ്പ് പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ 5 അതിലധികമോ പേർ കൂട്ടം കൂടുന്നത് ഒഴിവാക്കാനാണ് നിരോധനാജ്ഞ. റോഡുകൾ, ബീച്ചുകൾ, പാർക്കുകൾ, മറ്റ് തുറന്ന സ്ഥലങ്ങൾ ഇവിടങ്ങളിലൊക്കെ 5 പേരിലധികം കൂട്ടം കൂടുന്നത് പൂർണ്ണമായും തടയുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്.
ശരിയായ അർത്ഥത്തിൽ സാമൂഹ്യ അകലം പാലിക്കാൻ കഴിയുന്ന തരത്തിൽ വിസ്തീർണമുള്ള കടകൾക്കുള്ളിൽ ഒരേ സമയം 5 പേരിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാം. മറ്റുള്ള ഉപഭോക്താക്കൾ കടകൾക്ക് വെളിയിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥലത്ത് വരിയായി കാത്തു നിൽക്കേണ്ടതാണ്. വാഹനങ്ങളിൽ 5 പേരിൽ കൂടുതൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം. പൊതുഗതാഗതത്തിനുള്ള വാഹനങ്ങളിൽ യാത്രക്കാരും ജീവനക്കാരും കോവിഡ് സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. ആരാധനാ സ്ഥലങ്ങളിൽ പരമാവധി 20 പേർക്കാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. ചെറിയ ആരാധനാലയങ്ങളാണെങ്കിൽ 20 ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ എണ്ണം അതിനനുസരിച്ച് കുറയ്ക്കേണ്ടതാണ്. ആരാധനാലയങ്ങളിൽ എത്തുന്നവർ കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതുമാണ്. വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണം. വീട്ടിൽ തന്നെ തുടരാൻ പ്രേരിപ്പിക്കണം. കെട്ടിടം, റോഡ് നിർമ്മാണം, വൈദ്യീകരണ ജോലികൾ എന്നിവയ്ക്ക് വളരെ അത്യാവശ്യമുള്ള ജീവനക്കാരെ മാത്രമേ നിയോഗിക്കാവൂ. കോവിഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഇത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ജോലി ചെയ്യിക്കുന്ന കോൺട്രാക്ടർമാർക്കാണ്. ഒക്ടോബർ 2 മുൻപ് തീയതി തീരുമാനിച്ച പരീക്ഷകൾ നടത്തുന്നതിന് വിലക്കില്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾക്ക് എത്തുന്നതിന് നിരോധനമില്ല. കുട്ടികളോടൊപ്പം എത്തുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ, അധ്യാപകർ എന്നിവരെ പരീക്ഷാ കേന്ദ്രത്തിന് സമീപത്ത് നിൽക്കാൻ അനുവദിക്കില്ല. ഫാക്ടറികൾക്കും മറ്റ് നിർമ്മാണ സ്ഥാപനങ്ങൾക്കും മുഴുവൻ ജീവനക്കാരെയും ജോലിക്കായി വിനിയോഗിക്കാവുന്നതാണ്. അവർ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം. ഫാക്ടറികളും മറ്റ് നിർമ്മാണ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതില്ല. ജോലി ചെയ്യുന്നതിൽ നിന്ന് തൊഴിലാളികളെ വിലക്കാനും പാടില്ല. സ്വകാര്യ ക്ലിനിക്കുകൾക്കും ഡിസ്പെൻസറികൾക്കും തുറന്ന് പ്രവർത്തിക്കാം. എന്നാൽ ജീവനക്കാരും രോഗികളും സാമൂഹിക അകലം ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രോട്ടോക്കോൾ കർശനമായും പാലിക്കണം. ഇത്തരം സ്ഥാപനങ്ങളുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിലോ വെളിയിലോ രോഗികൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല. ഫിസിയോതെറാപ്പി കേന്ദ്രങ്ങൾ, ഡെൻ്റൽ ക്ലിനിക്കുകൾ, ഹോമിയോ ആയുർവേദ ക്ലിനിക്കുകൾ എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ്. നിരോധനാജ്ഞ കർശനമായി നടപ്പാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളുടെയും സഹകരണമുണ്ടെങ്കിൽ മാത്രമേ നിരോധനം വിജയകരമാവുകയുള്ളൂ. രോഗബാധ വർദ്ധിക്കാതിരിക്കാൻ, വർദ്ധിക്കുന്നത് തടയാൻ ഇത് അത്യാവശ്യമാണ്. എല്ലാവരും സ്വയം അച്ചടക്കം പാലിച്ച് വൈറസ് ബാധ തടയുന്നതിനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരള എപ്പിഡമിക് ഡിസീസ് ഓർഡിനൻസിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള വിവിധതരം കുറ്റകൃത്യങ്ങളുടെ പിഴത്തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്.
സർക്കാർ ഈ കാര്യം വിശദമായി പരിശോധിച്ചു വരികയാണ്. മാസ്ക് ധരിക്കാത്ത 7482 സംഭവങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 6 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. നിരോധനാജ്ഞ ലംഘിച്ചതിന് ഇന്ന് സംസ്ഥാനത്ത് 43 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 126 പേർ അറസ്റ്റിലായി. ഏറ്റവും മികച്ച കോവിഡ് പ്രതിരോധത്തിനുള്ള ഇന്ത്യ ടുഡേ അവാർഡ് കഴിഞ്ഞ ദിവസം കേരളത്തിന് ലഭിച്ചു. ഇന്ത്യയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന വിഭാഗത്തിലെ ഇന്ത്യ ടുഡേ ഹെൽത്ത് ഗിരി അവാർഡാണ് കേരളത്തിന് ലഭിച്ചത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധനിൽ നിന്നും ഓൺലൈനായി കഴിഞ്ഞ ദിവസം അവാർഡ് ഏറ്റുവാങ്ങി. ടെസ്റ്റിംഗ്, ഐസൊലേഷൻ വാർഡുകളുടെ പ്രവർത്തനം, ഫണ്ട് അനുവദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും നടത്തിയ കൃത്യത, മരണനിരക്ക് കുറക്കുന്നതിലെ ശ്രദ്ധ, മികച്ച ചികിത്സ, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് അവാർഡ് നൽകിയത്. പൊതുവിദ്യാലയങ്ങളാകെ മികവിൻ്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സംസ്ഥാനം അതിവേഗം മുന്നേറുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി മികവിൻ്റെ കേന്ദ്രങ്ങളായ 90 സ്കൂളുകൾ നാടിന് സമർപ്പിച്ചു. കിഫ്ബിയിൽ നിന്ന് 5 കോടി രൂപ ചെലവഴിച്ച് 4 കെട്ടിടങ്ങളും 3 കോടി രൂപ ചെലവിട്ട് 20 കെട്ടിടങ്ങളും, പ്ലാൻ ഫണ്ട് പ്രയോജനപ്പെടുത്തി 62 കെട്ടിടങ്ങളും, നബാർഡിൻ്റെ സഹായം ഉപയോഗിച്ച് 4 കെട്ടിടങ്ങളുമാണ് സ്കൂളുകൾക്കായി നിർമ്മിച്ചത്. 54 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും നിർവഹിച്ചു. കിഫ്ബിയിൽ നിന്ന് 3 കോടി രൂപ വീതം ചെലവഴിച്ച് 34 കെട്ടിടങ്ങളും, പ്ലാൻ ഫണ്ടിൽ നിന്ന് 40 കോടി രൂപ ചെലവഴിച്ച് 20 കെട്ടിടങ്ങളുമാണ് നിർമ്മിക്കുന്നത്. വിദൂര വിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാനത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് കൊല്ലത്ത് തുടക്കമായി. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മലയാളിയെ നയിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരവ് കൂടിയാണ് ഓപ്പൺ സർവകലാശാല. സാധാരണ കോഴ്സുകൾക്ക് പുറമെ തൊഴിൽ നൈപുണ്യ കോഴ്സുകളും ഇവിടെ ഉണ്ടാകും. ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഓപ്പൺ സർവകലാശാലയ്ക്ക് പ്രാദേശിക പഠന കേന്ദ്രങ്ങളും കോൺട്രാക്റ്റ് ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാം ഉണ്ടാവും. കഴിവും യോഗ്യതയും ആഗ്രഹവുമുള്ള മുഴുവൻ ആളുകൾക്കും ഉപരിപഠനം പ്രാപ്യമാക്കാനുള്ള സംവിധാനമാണിത്. ഏത് പ്രായക്കാർക്കും ഏതറിവും ഇവിടെ നേടിയെടുക്കാനാവും. വിദൂര വിദ്യാഭ്യാസ മേഖലയിലെ മികച്ച മാതൃകയായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയെ വളർത്തിയെടുക്കും. കെയ്പ്പിൻ്റെ 4 കോളേജുകളിൽ പുതിയ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ്,
അക്കാദമിക് ബ്ലോക്ക്, വടകര, കിടങ്ങൂർ, പത്തനാപുരം കോളേജുകളിൽ വനിതാ ഹോസ്റ്റലുകൾ ഇവയാണ് പുതുതായി നിർമ്മിച്ചത്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ 18 കോടി രൂപ ചെലവിലാണ് അക്കാദമിക് ബ്ലോക്കിൻ്റെ 2ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികൾക്കാവശ്യമായ എല്ലാവിധ നൂതന സംവിധാനങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്ന് 12 കോടി രൂപ ചെലവഴിച്ച് കടമക്കുടിയിൽ പുതിയ ജലവിതരണ ശൃംഖല സ്ഥാപിച്ചു. പഴയ പൈപ്പ് ലൈൻ മാറ്റിയാണ് പുതിയ ശൃംഖല സ്ഥാപിച്ചത്. 2036 വരെ ഇതിലൂടെ സുഗമമായി കുടിവെള്ള വിതരണം സാധ്യമാകും. 8 മാസം കൊണ്ടാണ് പദ്ധതി യാഥാർത്ഥ്യമായത്. 4545 വീടുകളിൽ 4099 വീടുകളിലും പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. 22 പൊതു ടാപ്പുകളും പുതുതായി സ്ഥാപിച്ചു. ശേഷിക്കുന്ന 446 വീടുകളിൽ ജലജീവൻ പദ്ധതിയിൽ പൈപ്പ് കണക്ഷൻ ലഭ്യമാക്കും. അതോടെ കുടിവെള്ളം പൈപ്പിലൂടെ ലഭ്യമാകുന്ന പഞ്ചായത്ത് നേട്ടം കടമക്കുടിക്ക് ലഭിക്കും. കോഴിക്കോട്, വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാമ്പൊയിൽ കല്ലാടി മേപ്പാടി തുരങ്കപാത പദ്ധതിക്ക് തുടക്കം കുറിച്ചതാണ് എടുത്തു പറയേണ്ട മറ്റൊന്ന്. 900 കോടി രൂപയാണ് നിലവിൽ പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കിഫ്ബിയിൽ നിന്നുള്ള 658 കോടി രൂപയ്ക്ക് ഭരണാനുമതിയായി. സർവേയും സാങ്കേതിക പഠനവും പൂർത്തിയായാൽ മാത്രമേ അന്തിമ ചെലവ് കണക്കാക്കാനാവൂ. കൂടുതൽ തുക ആവശ്യമായി വന്നാൽ അനുവദിക്കും. വനഭൂമിക്കടിയിലൂടെ പാറ തുരന്ന് 7 കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദീർഘമേറിയ തുരങ്കങ്ങളെടുത്താൽ അതിൽ 3ാമത്തേതായിരിക്കും ഇത് എന്നാണ് പറയുന്നത്. ഈ മേഖലയിൽ ദീർഘകാലത്തെ പ്രവൃത്തി പരിചയവും സാങ്കേതിക വൈദഗ്ധ്യവുമുള്ള കൊങ്കൺ റെയിൽവേക്കാണ് പദ്ധതി നടത്തിപ്പിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തുരങ്കപാതയുടെ സാങ്കേതിക പഠനം ആരംഭിച്ചു. കോഴിക്കോട്, വയനാട് വനമേഖലയിലെ റോഡിൻ്റെ സൗകര്യവും പരിസ്ഥിതി ലോല പ്രദേശം ഉയർത്തുന്ന വെല്ലുവിളികളും തിരുവമ്പാടി ചുമതല നൽകിയിരിക്കുന്നത്. 3 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തുരങ്കപാതയുടെ സാങ്കേതിക പഠനം ആരംഭിച്ചു. കോഴിക്കോട്, വയനാട് വനമേഖലയിലെ റോഡിൻ്റെ സൗകര്യവും പരിസ്ഥിതി ലോല പ്രദേശം ഉയർത്തുന്ന വെല്ലുവിളികളും തിരുവമ്പാടി കല്ലാടി മേഖലയിലെ പ്രകൃതി ദുരന്ത സാധ്യതകളും പരിഗണിച്ചാവും അന്തിമരേഖ തയ്യാറാക്കുക. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ കർണാടകയിൽ നിന്ന് മലബാർ മേഖലയിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാവും. മലബാറിൻ്റെ ആകെ വികസന കുതിപ്പിന് ഇത് ആക്കം കൂട്ടും. താമരശ്ശേരി ചുരത്തിലെ വാഹന ബാഹുല്യം കുറക്കാനാകും. ചുരത്തിൻ്റെ തനിമ നിലനിർത്താനും സംരക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കും. പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ട്
വികസനം സാധ്യമാക്കാനാണ് സർക്കാർ ഊന്നൽ നൽകിയത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പാത നിർമ്മിക്കുന്നതിന് നേരത്തെ നിരവധി ബദൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സമാന്തരമായി മറ്റൊരു പാത നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. എന്നാൽ പ്രായോഗിക പ്രശ്നങ്ങൾ കാരണം അത് ഉപേക്ഷിച്ചു. കാലവർഷം, മണ്ണിടിച്ചൽ, റോഡിലെ മറ്റ് തടസ്സങ്ങൾ ഇവയെല്ലാം കാരണം ദിവസങ്ങളോളവും ചിലപ്പോൾ മാസങ്ങളോളവും താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം നിലച്ച അവസ്ഥയുണ്ടായിട്ടുണ്ട്. വനമേഖലയിലൂടെയുള്ള റോഡ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ പരിമിതിയുണ്ടാക്കി. തുരങ്കപാത വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും. നഗരസഭയിൽ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം പൂർത്തിയാക്കി തുറന്നുകൊടുത്തതും പാളയം സാഫല്യം കോംപ്ലക്സിന് പിന്നിൽ 32,99,00,000 രൂപ ചെലവഴിച്ച് മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം നിർമ്മിക്കുന്നതിന് തുടക്കമിട്ടതും കഴിഞ്ഞ ദിവസത്തെ ശ്രദ്ധേയമായ 2 മുൻകൈകളാണ്. വൈദ്യുതി മേഖലയിലെ 4 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും 4 പദ്ധതികളുടെ പൂർത്തീകരണ പ്രഖ്യാപനവും 2 പുതിയ ഓഫീസുകളുടെ പ്രവർത്തന ഉദ്ഘാടനവും ഇന്നലെ നിർവഹിച്ചു. കോട്ടയം 400 kV ഗ്യാസ് ഇൻസുലേറ്റഡ് സബ്സ്റ്റേഷൻ, മണ്ണാർക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ്റെ പുതിയ കെട്ടിടം, ഷൊർണൂർ സബ് റീജിയണൽ സ്റ്റോറിൻ്റെ പുതിയ കെട്ടിടം, നല്ലമ്പുഴ ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പുതിയ കെട്ടിടം ഇവയെല്ലാമാണ് നിർമ്മാണം ആരംഭിക്കുന്ന പദ്ധതികൾ. നിർമ്മാണം പൂർത്തിയായ തിരുവല്ല 110 kV സബ്സ്റ്റേഷൻ, അങ്കമാലി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പുതിയ കെട്ടിടം, ഭീമനടി ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പുതിയ കെട്ടിടം, വെളിയം ഇലക്ട്രിക്കൽ സെക്ഷൻ്റെ പുതിയ കെട്ടിടം ഇവയെല്ലാം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വാഹനങ്ങളുടെ വ്യാപനം ഉറപ്പുവരുന്ന നിലയിൽ ചാർജിംഗ് സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായി 6 കോർപ്പറേഷൻ പരിധികളിൽ നിർമ്മിക്കുന്ന ചാർജിംഗ് സ്റ്റേഷനുകൾ നവംബർ 1-ാം തീയതിയോടെ പ്രവർത്തനം ആരംഭിക്കും. ഈ ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ആദ്യത്തെ 3 മാസം പൊതുജനങ്ങൾക്ക് സൗജന്യമായി ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യാം. KSRTയുടെ ഓൺലൈൻ സീറ്റ് ബുക്കിങ്ങിനുള്ള എൻ്റെ KSRTC മൊബൈൽ ആപ്പ്, KSRTC ലോജിസ്റ്റിക്സ് കാർഗോ സർവീസ് എന്നിവയുടെ ഉദ്ഘാടനവും ജനതാ സർവീസിൻ്റെ ലോഗോ പ്രകാശനവും ഇന്ന് നിർവഹിച്ചു. 75 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയതിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. തിരുവനന്തപുരത്ത് 12, കൊല്ലത്ത് 5, പത്തനംതിട്ടയിൽ 6, ആലപ്പുഴയിൽ 3, കോട്ടയത്ത് 4, ഇടുക്കിയിൽ 1, എറണാകുളത്ത് 4, തൃശ്ശൂരിൽ 19, പാലക്കാട് 6, മലപ്പുറത്ത് 8, കോഴിക്കോട് 5, കണ്ണൂരിലും കാസർഗോഡും 1 വീതവും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് നാടിന് സമർപ്പിച്ചത്. ആർദ്രം പദ്ധതിയുടെ 1-ാം ഘട്ടത്തിൽ 170 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് യാഥാർത്ഥ്യമായത്. ഇതിന് ആവശ്യമായ തസ്തികകളും സൃഷ്ടിച്ചു. 2-ാം ഘട്ടത്തിൽ 503 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കാൻ തീരുമാനിച്ചത്. ഇതുവരെ
461 ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. ബാക്കിയുള്ള ആശുപത്രികൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. ഇത്രയാണ് ഇന്ന് കൈമാറാനുള്ള വിവരങ്ങൾ. CM, ഈ കേന്ദ്രത്തിൻ്റെ അൺലോക്ക് 5 15-ാം തീയതി മുതൽ വരുന്ന പറഞ്ഞാൽ സ്കൂളുകൾ തുറക്കുന്ന കാര്യത്തിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കുകയാണ്. നമ്മൾ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാന നിലയിലേക്ക് വന്നിട്ടുണ്ടോ? 31 വരെ നിരോധനാജ്ഞയുണ്ട്, ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു അല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ അൺലോക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും ആവില്ല. കാരണം കുറേ കൂടി പ്രവർത്തനങ്ങൾ തുറന്നു വരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനവും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആവശ്യമായ ജാഗ്രത പാലിച്ചു പോവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അതിനുതകുന്ന സമീപനം നമ്മൾ പൊതുവിൽ എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് സർവകക്ഷികൾ തന്നെ യോഗം ചേർന്നപ്പോൾ കൂടുതൽ കർക്കശ നിലപാടിലേക്ക് പോകണം തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന് ഫലം കാണാനാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം കാണുന്നതിൻ്റെ മുറക്ക് മാത്രമേ മറ്റു കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനാവൂ. ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളിലും ഇളവ് കൊടുക്കാൻ സാധിക്കുന്നതല്ല. കുട്ടികളുടെ കാര്യത്തിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കണം തന്നെയാണ് എല്ലാവരുടെയും താല്പര്യം. പക്ഷേ അതിൻ്റെ സമയം ഇപ്പോഴായോ എന്ന സംശയം നല്ലതുപോലെയുണ്ട്. ഈ വ്യാപന ഘട്ടത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കേണ്ട കാര്യമാണത്. CM, ഈ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ തുടരണം എന്ന് CM പറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഇങ്ങനൊരു നിർദ്ദേശം വന്നപ്പോൾ പോലീസ് ഒരു പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വല്ല പരിശോധനയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും? അതൊരു നിർദ്ദേശം മാത്രമാണോ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്? ഇതിപ്പോൾ ഒരു നിർദ്ദേശം മാത്രമാണ്. കാരണം 5-ലധികം ആളുകൾ കൂടരുത് എന്നുള്ളത് ഒരു നിബന്ധന തന്നെയാണ്. എന്നാൽ വീട്ടിൽ തന്നെ കഴിയുക, അത്യാവശ്യത്തെ കാര്യത്തിന് മാത്രമേ പുറത്തിറങ്ങാവൂ എന്നത് ഒരു നിർദ്ദേശം മാത്രമാണ്, ഒരു അഭ്യർത്ഥന മാത്രമാണ്. CM, ഇന്ന് IMAയ്ക്ക് നേരെ അങ്ങ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. വിമർശനം ഉന്നയിച്ച ആരോഗ്യ വിദഗ്ധർക്ക് നേരെയും രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇവിടെ IMA അടക്കമുള്ള ആരോഗ്യ വിദഗ്ധരുടെ സംഘടനയെ, അത്തരത്തിലുള്ള ആരോഗ്യ വിദഗ്ധരെ വിശ്വാസത്തിലെടുക്കാതിരുന്നു എന്നത് ഒരു വീഴ്ചയായി കണക്കാക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് രോഗിയെ പുഴുവരിച്ച സംഭവത്തിലടക്കം ആരോഗ്യ വകുപ്പിൻ്റെ, ആരോഗ്യമന്ത്രിയുടെ അടക്കമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണോ? ഒരു കാര്യം കൂടി, ഇന്ന് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇന്നൊരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് വെന്റിലേറ്ററുകൾ വാങ്ങാനുള്ള ഫണ്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നു. NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ നൽകിയ ഫണ്ട്, അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തമാക്കാൻ സാധിക്കുമോ? ഇതിൽ കോവിഡ് വ്യാപനം നമ്മുടെ നാട്ടിൽ ശക്തമായതോടെ മാർച്ച് സെപ്റ്റംബർ മാസങ്ങളിൽ മെഡിക്കൽ വിദഗ്ധരുടെ യോഗം വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിൽ സാധാരണഗതിയിൽ നാട്ടിലുള്ള മെഡിക്കൽ രംഗത്തുള്ള വിദഗ്ധരെയാണ് വിളിച്ചത്. അതിൽ IMAക്കാരും ഉണ്ടായിരുന്നു. അവർ പങ്കെടുക്കുകയും ചെയ്തു. IMA ആ യോഗങ്ങളിൽ നിർദ്ദേശിച്ച കാര്യങ്ങളോട് സാധാരണ നിലക്ക് ക്രിയാത്മകമായി തന്നെയാണ് സർക്കാർ പ്രതികരിച്ചത്. അതോടൊപ്പം സർക്കാർ രൂപീകരിച്ചൊരു വിദഗ്ധ സമിതിയുണ്ട്. IMA എന്നത് ഒരു സംഘടനയാണ്, നമ്മളത് കാണണം, ഡോക്ടർമാരുടെ സംഘടനയാണ്. എന്നാൽ അതിലുള്ള വിദഗ്ധരടക്കം ഉൾക്കൊള്ളുന്നതാണ് വിദഗ്ധ സമിതി. ആ വിദഗ്ധ സമിതി വീഡിയോ കോൺഫറൻസിലൂടെ IMA ഭാരവാഹികളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. അവർ പല മേഖലയുമായും ചർച്ച നടത്തും. അങ്ങനെയുള്ള ചർച്ച IMAയുമായും അവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല IMA ഇടയ്ക്കിടെ സമർപ്പിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അത് വിദഗ്ധ സമിതി ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് ഒരുപാട് നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതിക്ക് ലഭിക്കുമല്ലോ. അതിൽ ഉചിതമായവ എന്താണോ അതാണ് വിദഗ്ധ സമിതി സർക്കാരിന് സമർപ്പിക്കുന്നത്. ഇപ്പോൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് ഉപദേശിക്കുന്നതിനായി കോവിഡ് സെൽ, റാപ്പിഡ് റെസ്പോൺസ് ടീം, സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡ്, വിദഗ്ധ സമിതി, ഇങ്ങനെ നോക്കിയാൽ അക്കാദമിക് മികവും പ്രവർത്തന പരിചയവുമുള്ള വിദഗ്ധരടങ്ങിയ സമിതികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സമിതികളുടെയൊക്കെ നിർദ്ദേശമനുസരിച്ചാണ് സർക്കാർ കോവിഡ് നിയന്ത്രണ ചികിത്സാ നടപടികൾ സ്വീകരിച്ചു വരുന്നത്. ഈ സമിതികളിലെടുത്താൽ
ചിലപ്പോൾ ഭൂരിപക്ഷം പേര് IMA അംഗങ്ങളായിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IMA എന്നത് ഒരു വിദഗ്ധ സമിതിയല്ല, അതൊരു സംഘടനയാണ്, ഡോക്ടർമാരുടെ സംഘടനയാണ്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അത് ഡോക്ടർമാരുടെ ഒരു പൊതുവേദി എന്ന നിലക്കാണ് അതിനെ കാണേണ്ടത്. എന്നാൽ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അസോസിയേഷൻ ഓഫ് പൾമണറി ഫിസിഷ്യൻസ്, ഇവയൊക്കെയാണ് സ്പെഷ്യലിസ്റ്റ് വിദഗ്ധ ഡോക്ടർമാരുടെ വിദഗ്ധ പ്രൊഫഷണൽ സംഘടനകൾ. അപ്പോൾ IMA ഒരു അഖിലേന്ത്യാ സംഘടനയാണ്. അവർ ഡോക്ടർമാരുടെ പൊതുവായ പ്രശ്നങ്ങൾ പറയാൻ അർഹതയുള്ളവർ തന്നെയാണ്, അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. പക്ഷേ ഈ അഖിലേന്ത്യാ സംഘടനയെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കോവിഡ് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രമാത്രം അടുപ്പിക്കുന്നുണ്ട്? അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിമർശനം ഇവരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുകളുണ്ടല്ലോ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവരെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ഈ തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ആരോടും അസ്പൃശ്യതയില്ല. ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിക്കും. വിദഗ്ധ സമിതിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാവരുടെയും അഭിപ്രായം തേടും. ഗവൺമെൻറ് തന്നെ ചില ഘട്ടത്തിൽ ഇവരെ അടക്കം വിളിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ മാറ്റി നിർത്തൽ ഞങ്ങളെ ഭാഗത്തില്ല. അതാണത് സംബന്ധിച്ച് വ്യക്തമാക്കാനുള്ളത്. ജില്ലാതല റവന്യൂ റിക്കവറി അവലോകന യോഗത്തിൽ റവന്യൂ റിക്കവറി തിരിച്ചുപിടിക്കാനായിട്ട് വില്ലേജർമാർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അത് ഈ ഘട്ടത്തിൽ നിർത്തിവെക്കാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമോ? അല്ല, ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോവിഡ് വ്യാപന ഘട്ടത്തിൽ സാധാരണ നിലക്കുള്ള റിക്കവറി നടപടികൾക്ക് കുറേ വിഷമമുണ്ട്. അത് മറ്റ് നടപടികളൊന്നും ഇപ്പോൾ പാടില്ല എന്ന് പൊതുവെ എടുത്തിട്ടുണ്ടല്ലോ. അത് സർക്കാർ ആ നിലപാട് തന്നെ സ്വീകരിക്കും. ജപ്തി നടപടികൾ, മറ്റ് തിരിച്ചടവിന് വേണ്ടി നിർബന്ധിക്കൽ, ചില സ്വകാര്യ പണമിടപാടുകാർ വീടുകളിൽ പോയിട്ട് നിർബന്ധിക്കൽ, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. അത് ആ തരത്തിൽ തന്നെ നിർബന്ധിക്കുന്ന നില വന്നാൽ അത് ശരിയല്ല എന്ന് മാത്രമല്ല, അതിനെതിരെ നടപടിയെടുക്കുന്ന നിലയിലേക്ക് പോകേണ്ടതായിട്ട് വരും. ഗസറ്റഡ് ഓഫീസർമാരെ ഈ കോവിഡ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഡ്യൂട്ടി നിർവഹിച്ച് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു ആശങ്കയുള്ളത്, വീടുകളിൽ വൃദ്ധരായ മാതാപിതാക്കൾ, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ഈ കോവിഡ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടോ? ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ? അല്ല, ഇത്തരം ഒരു പ്രശ്നം വരുമ്പോൾ അത് സ്വാഭാവികമാണ്. നമ്മുടെ നാട്ടിൽ കുടുംബത്തോടെ താമസിക്കുന്നവരാണല്ലോ പലരും. അതിന് പറ്റിയ മാർഗം അവർ ഡ്യൂട്ടിക്ക് പോകുന്നിടത്ത് തന്നെ താമസ സൗകര്യം ഏർപ്പാട് ചെയ്യുക എന്നുള്ളതാണ്. അതും നമുക്ക് പരിശോധിക്കാം അങ്ങനെ പറ്റുന്നുണ്ടോ എന്നുള്ളത്. ചില ഡോക്ടർമാർ അവിടെ തന്നെ താമസിക്കണം നമ്മൾ പറഞ്ഞില്ലേ, അവിടെ താമസക്കാരല്ലാത്ത ഡോക്ടർമാരെ അവിടെ തന്നെ താമസിപ്പിക്കണമെന്ന നിലപാട് നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 147 പ്രഖ്യാപിച്ചല്ലോ. അപ്പം സംസ്ഥാനത്തിൻ്റെ സാഹചര്യം സർക്കാർ വിലയിരുത്തുന്നുണ്ടാകും. കൂടുതൽ കർശനമായ നിയന്ത്രണത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടോ? കാരണം പലയിടത്തും പല യോഗങ്ങളിലൊക്കെ 5 പേരുണ്ട് വേദിയിൽ, പക്ഷേ വേദിക്ക് പുറത്ത് അതിലും കൂടുതൽ ആളുകളുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ? അല്ല, അതിൽ ഒരു കാര്യം വ്യക്തമാണ്. ഈ 20 പേരാണ് നമ്മുടെ ഒരു പൊതുയോഗത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. ആ 20-ൽ തന്നെ ഒതുങ്ങി നിൽക്കണം. ഈ നിങ്ങൾ പറഞ്ഞ പോലെ 20 ആൾ വേദിയിലും പിന്നെ കുറേ ആൾ വേദിയിലല്ല ആ സദസ്സിൽ, പിന്നെ കുറേ ആൾ പുറത്തും വന്നൊരു അന്തരീക്ഷം നമുക്ക് ഈ ഘട്ടത്തിൽ നല്ലതല്ല. ഒരു പരിപാടിയൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ കൂട്ടം കൂടണമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ അത് ഒഴിവാക്കി തന്നെ വേണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ നാം പൊതുവിലെടുത്തിട്ടുള്ളത് ഈ ജാഗ്രത നല്ലതുപോലെ സ്വീകരിച്ചു പോകണം. അതിൽ കർക്കശ നടപടിയല്ല ഏറ്റവും പ്രധാനം, ജാഗ്രത അവരവർ പാലിക്കുക എന്നുള്ളതാണ്. പക്ഷേ ജാഗ്രത പാലിക്കില്ല എന്നൊരു മട്ട് വന്നാൽ ഇപ്പോൾ നേരത്തെ ഉള്ളതുപോലെ ഉപദേശം മാത്രമല്ല, നടപടി കർക്കശമാക്കേണ്ടി വരും. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുണ്ട്. കാരണം മാസ്ക് ധരിച്ചില്ല, മറ്റേ കടകളിൽ പാലിക്കേണ്ട കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. അങ്ങനെയുള്ളതിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെറിയ ചില നടപടികൾ മാത്രമേ ഉള്ളൂ.
അത് പോരാതെ വരും, കൂടുതൽ കർക്കശമായ നടപടികളിലേക്ക് നീങ്ങേണ്ടതായിട്ട് വരും. CM, ഈ കോവിഡ് വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജൂലൈയോടുകൂടി കോവിഡ് വാക്സിൻ കുറേശ്ശെ ലഭ്യമാക്കുമെന്ന്. അപ്പോൾ അതിന് സംസ്ഥാനങ്ങൾ ആവശ്യം ഉന്നയിക്കണം. അതുപോലെ തന്നെ ആ കോവിഡ് വാക്സിൻ കൊണ്ടുവെക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുകയും വേണം. നമ്മൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ആലോചനകൾ നടത്തിയിട്ടുണ്ടോ? വിദഗ്ധ സമിതി അത്തരം നിർദ്ദേശങ്ങളും എല്ലാം വച്ചിട്ടുണ്ടോ? ഇതുവരെ അതിൻ്റേതായ ഒരു കാര്യവും വന്നിട്ടില്ല. മാത്രമല്ല, ഈ ഔദ്യോഗിക തലത്തിൽ വിളിച്ച യോഗങ്ങളിലൊക്കെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പ്രതിനിധികൾ പറഞ്ഞതായിട്ട് കാണുന്നത് പെട്ടെന്ന് ഇത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നാണ്. യാഥാർത്ഥ്യമാകട്ടെ, നമ്മളെല്ലാവരുടെയും ആഗ്രഹം അതല്ലേ, യാഥാർത്ഥ്യമാകട്ടെ. പക്ഷേ പെട്ടെന്ന് യാഥാർത്ഥ്യമാകില്ല എന്ന് അവർ തന്നെ പറഞ്ഞതായിട്ടാണ് കാണുന്നത്. അത് വെച്ചിട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് വരുമ്പോൾ ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ധൃതിപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ടില്ല. CM ക്ഷമിക്കണം, നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഉത്തരം ഒന്നുകൂടി ചോദിക്കേണ്ടി വരികയാണ്. അതായത് ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവാദിത്വം, രോഗിയെ പുഴുവരിച്ച സംഭവത്തിലടക്കം ആരോഗ്യമന്ത്രി അടക്കമുള്ളവർക്ക്, അതായത് ആവശ്യമുള്ളത്ര സ്റ്റാഫില്ല എന്ന ആരോപണം സഹിതം നിലനിൽക്കുമ്പോൾ എത്രമാത്രം ആ ആരോപണം പ്രസക്തമാണ്? മറ്റൊന്ന്, വെന്റിലേറ്ററുകൾ വാങ്ങുന്നതിൽ വന്ന വീഴ്ചയെ സംബന്ധിച്ച് ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് NK പ്രേമചന്ദ്രൻ MP അടക്കം ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല, മറ്റ് MP-മാരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. എങ്ങനെ കാണുന്നു അത്? അല്ല, ഇതിൽ ആരോഗ്യവകുപ്പ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമ്മളത് സംബന്ധിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളത് കൊണ്ട് അതാണ് ആരോഗ്യവകുപ്പിൻ്റെ ആകെ മുഖമുദ്ര എന്ന നിലക്ക് കാണാൻ പറ്റില്ല. ആ പ്രശ്നത്തിൽ ഫലപ്രദമായി ആരോഗ്യവകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. വെന്റിലേറ്ററുകളുടെ കാര്യത്തിൽ വെന്റിലേറ്ററുകൾ വാങ്ങുന്നതിന് നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടികൾ ഫലപ്രദമായിട്ടുമുണ്ട്. ഇത് ഈ പറയുന്ന പ്രത്യേക കേസ് എന്താണെന്ന് പ്രത്യേകം പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. CM, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് കോവിഡ് വാരിയർ എന്ന പേരിൽ പതക്കം നൽകാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. അത് മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ്. പക്ഷേ ഇപ്പോൾ DGPയുടെ സർക്കുലർ വന്നിട്ടുണ്ട്. 100 രൂപ ആ പതക്കത്തിന് വേണ്ടി പതക്കം ആവശ്യമുള്ളവർ ആ 100 രൂപ ഫീസായി നൽകണമെന്ന്. അങ്ങനെ അത്തരത്തിൽ പൈസ കൊടുത്ത ആണോ ഈ ബഹുമതികൾ വാങ്ങേണ്ടത്? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാര്യം? എൻ്റെ ശ്രദ്ധയിലില്ല. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു കാര്യം, ഇന്നലെ ഈ സ്വർണ്ണക്കടത്ത് കേസ് പരിഗണിച്ച NIA കോടതി പറഞ്ഞത് പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ ആവശ്യമായ തെളിവുകൾ സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്നത് പരിഗണിക്കേണ്ടി വരും എന്നാണ്. അതായത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നതിൻ്റെ കൃത്യമായ സൂചനയില്ല ഇത്. കാരണം തെളിവുകൾ ഇതുവരെ അവർക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. CM ഇപ്പോഴും ശരിയായ ദിശയിലാണ് എന്ന് തന്നെയാണോ കരുതുന്നത്? അല്ല, നമ്മളൊരു പരാമർശത്തെ മുൻനിർത്തി മാത്രം അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയുടെ മുന്നിൽ വരുന്ന വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി കോടതികൾ പരാമർശം നടത്തും. അതിൻ്റെ അവസാന നിലയെ ആശ്രയിച്ച് മാത്രമേ നമുക്ക് പുറത്തു നിൽക്കുന്നവർക്ക് പറയാൻ പറ്റൂ എന്താണ് സ്ഥിതി എന്നുള്ളത്. അത് വരട്ടെ, കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം നമുക്ക് എടുക്കാം. CM, ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്ത സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടല്ല എന്നുള്ള ഒരു കണ്ടെത്തൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്നും അത് കോടതിയിൽ ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതുമാണ്. അത് സംബന്ധിച്ച് എന്തെങ്കിലും? എനിക്കത് സംബന്ധിച്ച് വിവരമില്ല. അതെന്തോ ഒരു സീൽഡ് കവറിൽ കൊടുത്തു എന്നുള്ളതാണ് വാർത്ത തന്നെ കാണുന്നത്. അത് എൻ്റെ അടുത്ത് അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. CM, ഈ തുടർച്ചയായി രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു. ഇപ്പോൾ തൃശ്ശൂർ നടന്ന കൊലപാതകത്തിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് വൈകുന്നു, പ്രതികളെ കണ്ടെത്താൻ വൈകുന്നു എന്നൊക്കെ ആരോപണമുണ്ട്. അങ്ങയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് നിർഭാഗ്യകരമായൊരവസ്ഥയാണ് ഈ കൊലപാതകത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ മാത്രമല്ല, നേരത്തെയും ചില സംഭവങ്ങൾ ഉണ്ടായി എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അതിൽ തൃശ്ശൂരിൽ ആ സനൂപിനെ കുത്തിക്കൊന്ന സംഭവം നമ്മുടെ ശാന്തമായ ജനജീവിതം അതിനെ തകർക്കാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അത്തരം നീചമായ ശ്രമത്തിൽ നിന്ന് പിന്തിരിയേണ്ടതുണ്ട് എന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. ആ ചെറുപ്പക്കാരനെ പറ്റി വന്ന വാർത്തകൾ അദ്ദേഹം ജനങ്ങൾക്കാകെ പ്രിയങ്കരനായിരുന്നു, അങ്ങനെയുള്ളൊരു പൊതുപ്രവർത്തകനെയാണ് ഇല്ലാതാക്കിയത്. അപ്പോൾ നാടാകെ കണ്ണീരൊഴുക്കുന്ന നിലയാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരെ പിടികൂടുക എന്നത് പോലീസിൻ്റെ ദൗത്യമാണ്. അത് പ്രധാന പ്രതിയെ പോലീസിന് ഇതിനകം പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായ അന്വേഷണം നടക്കുകയാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ലാതെ കുറ്റക്കാരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള കർക്കശമായ നടപടിയിലേക്ക് തന്നെ നീങ്ങും. എല്ലാവരും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ സഹകരിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ബാക്കി നമുക്ക് പിന്നീടാവാം. ബാക്കി പിന്നീടാവാം. ആരോഗ്യരംഗത്ത്